നമ്മൾ കൂളംസ് ലോ പറഞ്ഞു, അതിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി, അതിൽ കെ എന്താണെന്ന് പറഞ്ഞു, എപ്സിലോൺ 0 എന്താണെന്ന് പറഞ്ഞു, ഇനി മീഡിയം മാറിക്കഴിഞ്ഞാൽ ഫോഴ്സ് മാറും, ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൂളംസ് ലോയിനെ നമുക്ക് എങ്ങനെ വെക്റ്റർ ഫോമിൽ എഴുതാം, അതായത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുള്ള ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാനായി സാധിക്കും. നമ്മളൊരു ഇക്വേഷൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ r². അത് ആ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. നമുക്ക് എങ്ങനെ അതിലേക്ക് ഒരു ഡയറക്ഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്യാനായി സാധിക്കും, ആ ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 പോസിറ്റീവ് ചാർജുകളെയാണ്. ഒന്നാമത്തെ പോസിറ്റീവ് ചാർജ് ആണ് +Q1, രണ്ടാമത്തെ പോസിറ്റീവ് ചാർജ് ആണ് +Q2. രണ്ടും തമ്മിലുള്ള സെപ്പറേഷൻ ആണ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ r. ഇനി കുറച്ച് വെക്ടറുകളെ ഞാനവിടെ എഴുതിയിട്ടുണ്ട്, നോക്കാം. ഒന്നാമത്തെ F12, അത് വെക്ടർ ആണ്, നിങ്ങളവിടെ വെക്ടർ നൊട്ടേഷൻ ഇട്ട് കൊടുക്കണം. F12 എന്ന് പറയുന്നത് ഫോഴ്സ് ഓൺ 1/2, അതായത് ഒന്നാമത്തെ ചാർജിൽ രണ്ടാമത്തെ ചാർജ് കാരണം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, അതാണ് F12. അത് നമ്മുടെ ഇടതുഭാഗത്തേക്കായിരിക്കും ആക്ട് ചെയ്യുക. എന്തുകൊണ്ടാണ് ഇടതുഭാഗത്തേക്ക് ആക്ട് ചെയ്യുന്നത്? Q1 Q2 പോസിറ്റീവായ കാരണം, രണ്ടും ഒരേപോലത്തെ ചാർജുകളായ കാരണം അവർ തമ്മിൽ എന്ത് തരം ഫോഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക? റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെയെങ്കിൽ Q1 എന്ന് പറയുന്ന ചാർജിനെ Q2 റിപ്പൽ ചെയ്യും. എങ്ങനെ? ഈ ഒരു ലൈനിൽ കൂടിയായിരിക്കും റിപ്പൽ ചെയ്യുക. അതുകൊണ്ട് Q1-ൽ Q2 കാരണം ഉണ്ടാകുന്ന റിപ്പൾസീവ് ഫോഴ്സ് ലെഫ്റ്റ് ഭാഗത്തേക്കായിരിക്കും. അതായത് F വെക്റ്റർ ആണ് 1 2, ഫോഴ്സ് ഓൺ 1/2 ആക്ട്സ് ടുവേഴ്സ് അവർ ലെഫ്റ്റ് സൈഡ്, ഇടത് ഭാഗത്തേക്കായിരിക്കും F12 പോകുന്നുണ്ടായിരിക്കുക. ഇനി രണ്ടാമത്തെ നോക്കാം, F21. അതും ഒരു വെക്ടറാണ്. നിങ്ങൾ അവിടെയും എന്തിട്ട് കൊടുക്കണം? വെക്ടർ നൊട്ടേഷൻ ഇട്ട് കൊടുക്കണം. F21. F21ൻ്റെ മീനിങ് എന്താണ്? ഫോഴ്സ് ഓൺ 2/1, അതായത് രണ്ടാമത്തെ ചാർജിൽ ഒന്നാമത്തെ ചാർജ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ്. നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ചാർജുകളും ഒരേപോലത്തെ ആയതുകൊണ്ട് അവർ തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഏതായിരിക്കും ഡയറക്ഷൻ? ഈ ലൈനിൽ കൂടിയായിരിക്കും ആ ഫോഴ്സ് ആക്ട് ചെയ്യുക. അങ്ങനെയെങ്കിൽ Q2-വിൽ Q1 കാരണമുണ്ടാകുന്ന റിപ്പൾസീവ് ഫോഴ്സ് ഈ ലൈനിൽ കൂടി ആക്ട് ചെയ്ത് വലതുഭാഗത്തേക്കായിരിക്കും F21ൻ്റെ ഡയറക്ഷൻ. രണ്ട് വെക്ടറുകളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് F12 ആണ്, ഇടതുഭാഗത്തേക്കാണ് ഡയറക്ഷൻ. രണ്ടാമത്തേത് F21 ആണ്, വലതുഭാഗത്തേക്കാണ് ഡയറക്ഷൻ. രണ്ട് യൂണിറ്റ് വെക്ടറുകളെ കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഒന്നാമത്തേത് R12 യൂണിറ്റ് വെക്ടർ. ഇവിടെ ക്യാപ്പ് ഇട്ടിരിക്കുന്നത് അതൊരു യൂണിറ്റ് വെക്ടറാണ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനാണ്. അത് അവിടെ വെക്ടർ നൊട്ടേഷൻ അല്ല, യൂണിറ്റ് വെക്ടറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപ്പ് വെച്ചിട്ടാണ്. R12 എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടറാണ്. എന്താണ് യൂണിറ്റ് വെക്ടർ? മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ളതും കൃത്യമായി സ്പെസിഫിക് ആയി ഒരു ഡയറക്ഷൻ ഉള്ളതുമായിട്ടുള്ള വെക്ടറുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? യൂണിറ്റ് വെക്ടർ. ഇവിടെ R12 എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടറാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഇനി ഡയറക്ഷൻ പറയണം. എങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ? F12ൻ്റെ അതേ ഡയറക്ഷൻ തന്നെയാണ് R12നും, അതായത് ഇടതുഭാഗത്തേക്കായിരിക്കും R12ൻ്റെ ഡയറക്ഷൻ. നാലാമത്തെ വെക്ടറാണ് R21. അതും ഒരു യൂണിറ്റ് വെക്ടർ തന്നെയാണ്, മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് F21 എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്ന അതേ ഡയറക്ഷനാണ്, അതായത് വലതുഭാഗത്തേക്ക്. R21 ക്യാപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടറാണ്, വലതുഭാഗത്തേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ. ഇനി നമുക്ക് F12നുള്ള ഇക്വേഷനും F21നുള്ള ഇക്വേഷനും എഴുതി നോക്കാം. രണ്ടും വെക്ടറുകളാണ്. ആദ്യം നമ്മൾ കൂളംസ് ലോയിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് F(E) എന്ന് മാത്രമേ എഴുതിയിരുന്നുള്ളൂ. നമ്മൾ അതിനെ ഒരു വെക്ടറായിട്ട് അവിടെ പരിഗണിച്ചിരുന്നില്ല. ഇവിടെ നമ്മൾ രണ്ട് ഫോഴ്സുകളെയും പരിഗണിക്കുന്നത് വെക്ടറായിട്ടാണ്, അതായത് അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ടായിരിക്കും ഡയറക്ഷനും ഉണ്ടായിരിക്കും. എന്താണ് F12ൻ്റെ? അതായത് ഫോഴ്സ് ഓൺ 1/2,
ഒന്നാമത്തെ ചാർജിൽ രണ്ടാമത്തെ ചാർജ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, ഡയറക്ഷൻ എന്താണ്. ഇതാണ് മാഗ്നിറ്റ്യൂഡ് 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ r². അതാണ് F12ൻ്റെ മാഗ്നിറ്റ്യൂഡ്. കൂളംസ് ലോ വഴി നമ്മൾ പഠിച്ചതാണ് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എത്രയാണെന്നുള്ളത്. അതിനുള്ള ഇക്വേഷൻ ആയിരുന്നു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ r². ഇനി F12ൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആര് ഉപയോഗിക്കുന്നത്, യൂണിറ്റ് വെക്ടറിനെ ഉപയോഗിക്കുന്നത്. R12, അതായത് F12ൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റിലേക്കാണ്, R12ൻ്റെ ഡയറക്ഷനും എങ്ങോട്ട് തന്നെയാണ്, ലെഫ്റ്റിലേക്കാണ്. അങ്ങനെയെങ്കിൽ F12 വെക്ടറിനെ നമുക്ക് 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ r² ഇൻറ്റു R12 യൂണിറ്റ് വെക്ടർ അല്ലെങ്കിൽ R12 ക്യാപ്പ് എന്ന് എഴുതാനായി സാധിക്കും. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താം, ശരിക്കും ഇതൊരു സ്കെയിലാറാണ്. അതായത് 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ r² എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്കെയിലാറാണ്. ഒരു സ്കെയിലാറിനെ നമുക്ക് എങ്ങനെ വെക്ടറാക്കി മാറ്റാൻ പറ്റും? അതിനെ ഒരു യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ഞാൻ ഈ ഒരു സ്കെയിലാറിനെ 1/4πε0 Q1 Q2 ബൈ r² എന്ന് പറയുന്ന സ്കെയിലാറിനെ ഒരു യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെന്താക്കി മാറ്റി, ഒരു വെക്ടറാക്കി മാറ്റി. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇടതുഭാഗത്ത് ആര് കിടക്കുന്നുണ്ട്, F12 കിടക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയെ ഒരു യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷനും ഇവിടെ നമ്മൾ ഇടതുഭാഗത്ത് എഴുതിയിരിക്കുന്ന F12ൻ്റെ ഡയറക്ഷനും എന്ത് തന്നെയായിരിക്കണം, ഒരേപോലെ ആയിരിക്കണം. ഇവിടെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. F12ൻ്റെ ഡയറക്ഷൻ തന്നെയാണ് R12 ക്യാപ്പിനും. അങ്ങനെയെങ്കിൽ ഒരു ഫോഴ്സിനെ നമുക്ക് വെക്ടർ റെപ്രസെൻറ്റേഷൻ ചെയ്യാം. ഒരു ഫോഴ്സിനെ വേണമെങ്കിൽ വെക്ടർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് അത് സാധിക്കുക, 1/4πε0 Q1 Q2 ബൈ r² ഇൻറ്റു R12 ക്യാപ്പ്, അതായത് ഫോഴ്സ് ഓൺ 1/2. ഇനി F21 എന്താണ്? F21ൻ്റെ മീനിങ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫോഴ്സ് ഓൺ 2/1, അതായത് രണ്ടാമത്തെ ചാർജിൽ ഒന്നാമത്തെ ചാർജ് കാരണം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് F21. ഇവിടെ നമ്മൾ തന്നെ വെക്ടർ ആയിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന് മാഗ്നിറ്റ്യൂഡ് എന്താണ്, 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ r². ഡയറക്ഷൻ എങ്ങോട്ടാണ്, R21ൻ്റെ അതേ ഡയറക്ഷൻ തന്നെയാണ് F21നും. തിരിച്ചു പറയുകയാണെങ്കിൽ F21ൻ്റെ അതേ ഡയറക്ഷൻ തന്നെയാണ് R21നും. അതായത് 1/4πε0 ഇൻറ്റു Q1 Q2 ബൈ r² എന്ന് പറയുന്ന സ്കെയിലാറിനെ ഒരു യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ എന്താക്കി മാറ്റി, ഒരു വെക്ടറാക്കി മാറ്റി. അങ്ങനെയെങ്കിൽ F21 വെക്ടർ ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ബൈ r² ഇൻറ്റു R21 ക്യാപ്പ് എന്ന് എഴുതാനായി സാധിക്കും. ഇങ്ങനെയാണ് നമുക്ക് കൂളംസ് ലോയെ ഒരു വെക്ടർ ഫോർമാറ്റിൽ എഴുതാനായിട്ട് സാധിക്കുക. ഇനി ഒന്ന് രണ്ട് പോയിന്റുകൾ കൂടി നമുക്കിവിടെ പറയാനുണ്ട്, നോക്കാം. R12 ഈസ് ഈക്വൽ ടു മൈനസ് R21 ക്യാപ്പ്, അതായത് R12 ക്യാപ്പ് ഈസ് ഈക്വൽ ടു മൈനസ് R21 ക്യാപ്പ്. അതിൻ്റെ അർത്ഥം എന്താണ്? R12ൻ്റെയും R21ൻ്റെയും മാഗ്നിറ്റ്യൂഡ് 1 ആണെങ്കിലും രണ്ടിൻ്റെയും ഡയറക്ഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളവിടെ എന്ത് എഴുതിയിരിക്കുന്നത്, മൈനസ് എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. F12 വെക്ടർ ഈസ് ഈക്വൽ ടു മൈനസ് F21 വെക്ടർ. ആദ്യം പറഞ്ഞ അതേ കാര്യം തന്നെയാണ് രണ്ടാമതും. ഇവിടെ ആദ്യത്തെ കാര്യത്തിൽ നമ്മൾ യൂണിറ്റ് വെക്ടറിനെയാണ് പരിഗണിച്ചിരിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ പോയിന്റിൽ നമ്മൾ ഫോഴ്സിനെയാണ് പരിഗണിക്കുന്നത്. അതായത് ഫോഴ്സ് ഓൺ 1/2 ഈക്വൽ ടു മൈനസ് ഓഫ് ഫോഴ്സ് ഓൺ 2/1. ഇവിടെ മൈനസ് സൈൻ വരാൻ കാരണം രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡുകൾ ഈക്വൽ ആണെങ്കിലും നിങ്ങൾക്ക് നോക്കാം, രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡുകൾ ഈക്വൽ ആണ്, പക്ഷേ രണ്ടിൻ്റെയും ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്തിട്ട് കൊടുത്തിരിക്കുന്നത്, ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ നെഗറ്റീവ് സൈൻ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു കാര്യം കൂടി നമുക്ക് പറയാം. കൂളംസ് ലോ എന്ത് ഒബേ ചെയ്യുന്നുണ്ട്? ന്യൂട്ടൻ്റെ മൂന്നാമത്തെ ചലന നിയമം ഒബേ ചെയ്യുന്നുണ്ട്. ന്യൂട്ടൻ്റെ മൂന്നാമത്തെ ലോ, ന്യൂട്ടൺസ് തേർഡ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. അതായത് ഏതൊരു ഫോഴ്സ്, അതായത് ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട് F12, അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേറൊരു ഫോഴ്സ് അവിടെ പ്രസൻ്റ് ആണ്. ഓക്കെ, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോ. അതായത് ഏതൊരു ഫോഴ്സ് എടുത്തു കഴിഞ്ഞാലും
വേണമെങ്കിൽ അതിന് ഈക്വൽ, അതായത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ്, മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതാണ് ന്യൂട്ടൻ്റെ മൂന്നാമത്തെ ചലന നിയമം. ആ ഒരു ചലന നിയമം ഇവിടെ ആരും ഒബേ ചെയ്യുന്നുണ്ട്? ന്യൂട്ടൺ കൂളംസ് ലോയും ഒബേ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, F12 ഈക്വൽ ടു മൈനസ് F21. മൂന്നാമതായി നമ്മൾ നോക്കുകയാണെങ്കിൽ F12ൻ്റെ മാഗ്നിറ്റ്യൂഡും F21ൻ്റെ മാഗ്നിറ്റ്യൂഡും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അതായത് മോഡുലസ് ഓഫ് F12 ഈക്വൽ ടു മോഡുലസ് ഓഫ് F21. ഇത്രയുമാണ് നമുക്ക് കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോമിൻ്റെ കീഴിൽ പറയാനുള്ള കാര്യങ്ങൾ.